എത്രയും സ്നേഹം നിറഞ്ഞവരെ, കഴിഞ്ഞ ഞായറാഴ്ച ഓശാന പാടി നാം യേശുവിനെ വരവേറ്റതോടുകൂടി വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിച്ചു. ഈ ഒരാഴ്ചക്കാലം ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട നാളുകളാണ്. പ്രത്യേകിച്ച് പെസഹ ത്രിദിനങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും അമൂല്യമായ ദിനങ്ങളാണ്. യേശു എപ്രകാരമാണ് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ലോകത്തെ രക്ഷിക്കാൻ ആഗതനായത്, അത് പൂർത്തീകരിക്കുന്ന രക്ഷയുടെ ആ ദിനങ്ങളെ സ്മരിക്കുകയാണ് നാം ചെയ്യുന്നത്. പെസഹ ത്രിദിനങ്ങൾ എന്ന് പറയുമ്പോൾ പെസഹ വ്യാഴം യേശു തൻ്റെ ദൗത്യ പൂർത്തീകരണം നടത്തുന്നതിന് തൊട്ട് മുൻപ് ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി എന്നെന്നും നമ്മോടൊപ്പം ആയിരിക്കുവാൻ നിശ്ചയിച്ചുറപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യം സ്ഥാപിക്കുകയും ആ ദിവ്യകാരുണ്യം എന്നും അനുവർത്തിക്കുവാൻ പൗരോഹിത്യ സ്ഥാപനം നടത്തുകയും ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം പാദങ്ങൾ കഴുകുക എന്ന് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. പരസ്പരം ശുശ്രൂഷിച്ചുകൊണ്ട് പാദങ്ങൾ കഴുകുകയാണ് അതിൻ്റെ ആന്തരിക അർത്ഥമെന്നും വെളിപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ പകുത്തുകൊണ്ടാണ് അന്ത്യ അത്താഴം നടത്തുന്നത്. അതിൻ്റെ പൂർത്തീകരണം പിറ്റേ ദിവസം ദുഃഖ വെള്ളിയിലാണ് നടക്കുന്നത്. യേശു സ്വശരീര രക്തങ്ങൾ പീഠാസഹനങ്ങളിലൂടെ കുരിശ് മരണത്തിൽ അത് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എൻ്റെ പ്രിയ സഹോദരരെ, ആ കുരിശ് മരണത്തിലൂടെ വന്ന രക്ഷ അത് പിന്നീട് നമ്മൾ ജാഗ്രതയിലൂടെ, പെസഹ ജാഗ്രതയിലൂടെ, ഉയർപ്പിലൂടെ യേശു ഇന്നും എക്കാലവും നമ്മോടൊപ്പം ഉയർത്ത് ജീവിക്കുന്നവനായിട്ട് ഈ എല്ലാ അന്ധകാരങ്ങളെയും മറികടന്ന് വെളിച്ചത്തിലേക്ക്, പ്രത്യാശയിലേക്ക്, ആനന്ദത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയും ചെയ്യുകയാണ്. ഈ വലിയ പെസഹ രഹസ്യങ്ങളിലൂടെയാണ്, ഈ പെസഹ ത്രിദിനങ്ങളിലൂടെ നാം കടന്നു പോകുന്നത്. സ്നേഹമുള്ളവരെ, യേശു ആഗ്രഹിച്ചിരുന്ന ആ ദൗത്യം തൻ്റെ ജീവനെ നമുക്ക് പകുത്ത് നൽകിക്കൊണ്ട് പൂർത്തീകരിച്ചു. നമുക്ക് രക്ഷയും നമുക്ക് പ്രത്യാശയും അവിടുന്ന് പകർന്നു തന്നു. ഉയർപ്പിലൂടെ ഇന്നും അവിടുന്ന് നമ്മോടൊപ്പം വസിക്കുന്നു. ഈ വലിയ രഹസ്യങ്ങളെ നാം ധ്യാനിക്കുമ്പോൾ ഈ ദിനങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടതാകട്ടെ. നമുക്ക് ഈ പെസഹ രഹസ്യ ദിനങ്ങൾ അതിൻ്റെ അർത്ഥത്തിൽ ആഘോഷിക്കുവാൻ ഒരുങ്ങാം. അങ്ങനെ യേശുവിൻ്റെ ഉത്ഥാനം ആനന്ദത്തിൻ്റെയും പ്രത്യാശയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും ഒക്കെ നല്ല ദിനമാക്കി മാറ്റുകയും ചെയ്യാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ പെസഹ ത്രിദിനങ്ങളുടെ ഉയർപ്പിൻ്റെ എല്ലാവിധ ആശംസകളും സ്നേഹത്തോടെ നേരുന്നു. ദൈവം, ഉത്ഥിതനായ ദൈവം ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.